രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് താക്കൂറിനെ കുറിച്ച് പറയുന്നില്ല? അനുരാഗ് താക്കൂർ പറഞ്ഞൊക്കെ പൊളിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അനുരാഗ് ഠാക്കൂറാണ് മാപ്പ് പറയേണ്ടത്. നേരെ വെച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകളൊന്നും വാങ്ങില്ല എന്ന് പല കോണുകളിലും കേൾക്കുന്നുണ്ട്. UDF തീരുമാനം എടുത്തോ? ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനവും എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കണം. തുടർ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തിന്റെ വോട്ട് വാങ്ങിക്കും. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഏത് വോട്ട് വാങ്ങും? ജനങ്ങളുടെ വോട്ട് വാങ്ങും, വോട്ടർമാരുടെ വോട്ട് വാങ്ങും. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പൊ പിണറായി സർക്കാർ. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇർഷാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ അദ്ദേഹം നടത്തുമായിരുന്നു.